സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ആവിയിൽ വേവിച്ചെടുത്ത സോഫ്റ്റ് ബ്രെഡ്. കറികളുടെ കൂടെ ആയാലും വെറുതെ ആയാലും കഴിക്കാൻ പറ്റുന്ന ഈ സോഫ്റ്റ് ബ്രെഡ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് കാണാനും നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. 4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 ടീസ്പൂൺ പഞ്ചസാര ഇടുമ്പോൾ മധുരം കൂടിപ്പോയോ എന്നൊന്നും വിചാരിക്കേണ്ട. വളരെ ലൈറ്റായ ഒരു മധുരമേ ഇതിനുണ്ടാവുള്ളൂ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈസ്റ്റ് എപ്പോഴും പുതിയ ഈസ്റ്റ് തന്നെ എടുക്കാൻ വേണ്ടി നോക്കണം. ഇതിലേക്ക് 2 മുട്ടയും കൂടി ഒഴിച്ച് ഇതും മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, സ്പൂണ് കൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതി. ഈ മുട്ട പൊടീൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പൊടിയെടുത്ത അതേ കപ്പിൽ 1 കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ച് ഇതൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഇളം ചൂടുവെള്ളം തന്നെ ആയിരിക്കണം. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ലംസ് ഒന്നും ഇല്ലാണ്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി. ഇതിപ്പോൾ ലംസ് ഒന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് 1.5 അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇതിപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഇത് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ സാധാരണ ബ്രെഡ് ഉണ്ടാക്കണമെങ്കിൽ കുഴച്ച് കൈകൊണ്ടൊക്കെ കുഴച്ച് കുറേ സമയം അതിനു വേണ്ടി ചിലവഴിക്കണ്ടേ. ഇതാകുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മളെ വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി ബ്രെഡ് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖം തന്നെയല്ലേ അല്ലേ. ഈ ഒരു പാത്രത്തിലാണ് ആവിയിൽ വേവിച്ചെടുക്കുന്നത്. ഈ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുക. ഈ ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ എണ്ണയൊന്നും എടുത്തില്ല. ഈ പാത്രത്തിലേക്ക് തടവിയ എണ്ണ മാത്രമേ ഉള്ളൂ. മുഴുവനായും ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ബ്രെഡിന് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ബ്രെഡിൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല, അതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ മേലൂടെ കുറച്ച് കറുത്ത എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കാണാനും ഒരു ഭംഗിയുണ്ടാവും, കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. മുന്തിരിങ്ങയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതും കാണാനൊരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. വെള്ളം നന്നായി ചൂടായി ആവി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 15 മിനിറ്റ് വേവിച്ചപ്പോഴത്തേക്കും ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇത് വെന്തോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് കത്തി കൊണ്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. നന്നായി തണുത്തതിന് ശേഷം ഇത് പാത്രത്തിൽ നിന്ന് ഡീമോൾഡ് ചെയ്യുക. ഇത് നോക്ക്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് റെഡിയായി. ഇത് കാണാൻ തന്നെ എത്ര നല്ല ഭംഗിയല്ലേ. കഴിക്കാനും അതേപോലെ നല്ല ടേസ്റ്റാണ്. ഇത് കറികളൊന്നും ഇല്ലാതെ കഴിക്കാനും നല്ലത് തന്നെയായിരിക്കും. ഇതിനൊരു ഇളം മധുരമേ ഉണ്ടാവുള്ളൂ. കുറച്ചുകൂടി മധുരം കൂട്ടിയിട്ടാൽ ഇത് കേക്ക് കഴിക്കുന്നത് പോലെ ഉണ്ടാവും. എനിക്കിപ്പോൾ എന്തായാലും ഈ മധുരം മതി. ഇനി ഇത് കട്ട് ചെയ്തും കൂടി നോക്കാം. നല്ല പഞ്ഞി പോലെ സോഫ്റ്റായ ബ്രെഡ് റെഡിയായി. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.